വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തിനുള്ളിൽ നടക്കാനിരിക്കെ പി രാജീവ്, കെ എൻ ബാലഗോപാൽ, എം പി രാജേഷ് എന്നീ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പുതിയൊരു ശക്തി രൂപപ്പെടുകയാണ് CPM-ൽ. മുഖ്യമന്ത്രി പിണറായി വിജയന് മുകളിൽ കൂടുതൽ സ്വാധീനം കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് ഒരു വിഭാഗം. അതിനായി മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ നീക്കം തുടങ്ങിയിരിക്കുന്നു. MR അജിത് കുമാർ എന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ തുരത്തിയോടിച്ചത് ഇതിൻ്റെ തുടക്കമാണ്. ഇനിയും പിണറായി വിജയന്റെ നേതൃത്വമാണെങ്കിൽ ഇവിടെ തോൽപ്പിക്കേണ്ടത് തങ്ങളുടെ ആവശ്യമാണെന്ന് CPM പ്രവർത്തകർ തന്നെ തീരുമാനമെടുക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമല്ലെന്നും പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണമാണെന്നും ഉറപ്പിക്കുന്ന CPM നേതാക്കളും പ്രവർത്തകരും ഇനിയൊരു തവണ കൂടി പിണറായിക്ക് ഭരണം ലഭിച്ചാൽ പാർട്ടി പോലും ഇല്ലാത്ത രീതിയിൽ തകർത്തുകളയുമെന്നുമാണ് പരക്കെ പ്രചരിപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെ സർക്കാരും CPM-ഉം വീണ്ടും തുടർഭരണം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നതിനിടെ പ്രവർത്തകരിൽ മാത്രമല്ല മന്ത്രിസഭയിൽ പോലും പടലപ്പിണക്കങ്ങളും അതൃപ്തിയും പുകയുകയാണ്. മുഖ്യമന്ത്രിയെ മുൻനിർത്തി കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട ഒരു കോക്കസ് ആണ് ഭരണം നടത്തുന്നത് എന്നും അവർ ഭരണത്തിൽ അനാവശ്യമായി ഇടപെടുന്നു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് മുതിർന്ന CPM മന്ത്രിമാർ രംഗത്ത് വരുന്നത്. പോലീസ് തലപ്പത്തെ അഴിച്ചുപണി ദിവസങ്ങൾക്കുള്ളിൽ പുനഃപരിശോധിക്കേണ്ടി വന്നത് മന്ത്രിസഭയിൽ വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ മുഖ്യമന്ത്രിയും കുടുംബവും തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. മരുമകൻ റിയാസ് മന്ത്രി അടക്കമുള്ളവരും കുടുംബാംഗങ്ങളും കിടന്ന് മേയുകയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലെന്ന് പ്രമുഖ CPM നേതാക്കൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. പാർട്ടിക്കും സർക്കാരിനും എല്ലാം പിണറായി മതിയെന്നൊരു തോന്നൽ, അത് മാറ്റണമെന്നും ഇനിയത് നടക്കില്ല എന്നുള്ള സൂചന രണ്ടാം തര നേതാക്കൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. അതിൽ മന്ത്രിമാരുമുണ്ട്. എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിപാൽ യാദവിനെ മാറ്റി അവിടേക്ക് മുഖ്യമന്ത്രിയുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും വിശ്വസ്തനായ MR അജിത് കുമാറിനെ നിയമിച്ചത് എക്സൈസ് മന്ത്രിയായ MP രാജേഷിനെ ചൊടിപ്പിച്ചിരിക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിക്കെതിരായി വന്നതോടെ MR അജിത് കുമാറിനെ നിലം തൊടിയിക്കാതെ തിരിച്ചയച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ആ പട്ടികയിലെ പ്രധാന മാറ്റങ്ങളെല്ലാം പിൻവലിച്ച് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത്. ഉദ്യോഗസ്ഥ തലത്തിലെ നിയമനത്തിലുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ വഴങ്ങിക്കൊടുത്തത് മുഖ്യമന്ത്രിയുടെ പരാജയത്തിൻ്റെ തുടക്കമാണ്. പിണറായിയുടെ മുന്നിൽ മറുചോദ്യങ്ങൾക്കിടമില്ല എന്നൊരു ശൈലി അത് പതിയെ മാറിത്തുടങ്ങുന്നു എന്നാണ് സമീപകാലത്ത് ലഭിക്കുന്ന സൂചന. ഏകാധിപത്യ ഇടപെടലുകൾക്കപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസും കുടുംബങ്ങളും വരെ ഇടപെട്ട് തീരുമാനിക്കുമെന്നതിൽ മുതിർന്ന മന്ത്രിമാർക്ക് വരെ വലിയ അതൃപ്തിയുണ്ട് എന്ന് പാർട്ടി തന്നെ തൻ്റെ മേധാവിത്വത്തെ അട്ടിമറിക്കുമെന്ന് മനസ്സിലായതോടെ മുഖ്യമന്ത്രി തോറ്റു തുടങ്ങിയെന്നാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെയും കുടുംബങ്ങളുടെയും ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കുകയും പാർട്ടി അതിന് പിന്നിൽ അണിനിരക്കേണ്ടി വരുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുമ്പോൾ അസംതൃപ്തരായ നേതാക്കൾ ഇക്കാര്യങ്ങളെല്ലാം പുതിയ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയെയും അറിയിച്ചതായാണ് വിവരം. അദ്ദേഹം പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ തുറന്നടിക്കാനുള്ള തീരുമാനങ്ങൾക്ക് പിന്തുണ അറിയിച്ചതായിട്ടാണ് ലഭ്യമാകുന്ന വിവരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രഖ്യാപനങ്ങളുടെ വർഷമാണ്. ആ നിലയിൽ വരുന്ന തിരഞ്ഞെടുപ്പിലും മുന്നണിയെ പിണറായി തന്നെ നയിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് MA ബേബിയുടെ പിന്തുണയോടെ കേരള നേതാക്കൾ പണി തുടങ്ങിയത്. അങ്ങനെ വരുമ്പോൾ നേതൃനിരയിൽ അടുത്തയാൾ ആരെന്ന ചോദ്യത്തിന് പാർട്ടിക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്തേണ്ടി വരും. അതാണ് P രാജീവ്, K N ബാലഗോപാൽ, MP രാജേഷ് എന്നീ മന്ത്രിത്രയം ഐക്യപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. പിണറായി വിജയൻ ഏത് സമയവും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത്.